സൈഡ് അല്ല ഗൈസ്, എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോ. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളിന്നൊരു പുതിയൊരു വണ്ടി എടുക്കാം. വണ്ടി ഏതാണെന്നൊക്കെ വെച്ചാൽ നിങ്ങൾ തമിഴിൽ കണ്ടു കാണുമല്ലോ ഏത് വണ്ടിയാണെന്ന് വെച്ചാൽ. അപ്പം അത് നമ്മളൊരു ഫ്രണ്ടിന് വേണ്ടി എടുക്കാൻ പോകുന്നു. അപ്പോൾ അതെടുക്കാൻ പോകുന്നൊരു കുട്ടി വ്ളോഗാണ്. അപ്പോൾ എടുത്തിട്ട് പിന്നെ ഇനി അതിൻ്റെ മോഡിഫിക്കേഷൻ എല്ലാം നമ്മളെ ചാനലിൽ വരികയായിരിക്കും. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വണ്ടിയൊക്കെ എടുത്ത് അതിൻ്റെ വിശേഷങ്ങൾ ഇപ്പം നമ്മൾ കാണാനാണ് പോകുന്നത്. ഇനി എടുക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്കിനി അങ്ങോട്ടേ അറിയാൻ പറ്റും. നമ്മളിപ്പം ഇൻട്രോ എടുക്കുന്നത് നമ്മൾ വീട്ടിൽ നിന്നാണ്. അപ്പം വണ്ടി ഇഷ്ടപ്പെട്ടാൽ നമ്മൾ എടുക്കും. ഇപ്പം 2021 മോഡൽ വണ്ടിയാണ്, ABS ഒക്കെ. അപ്പോൾ വണ്ടി ഓക്കെ ആണെങ്കിൽ നമ്മൾ എടുത്ത് പവറാക്കി മോഡിഫൈ ചെയ്ത് ഇറക്കാനാണ് പ്ലാൻ. അപ്പോൾ എനിക്ക് വേണ്ടിയല്ല പറഞ്ഞല്ലോ, എൻ്റെ ഫ്രണ്ടിന് വേണ്ടി. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, നമ്മൾ കൂട്ടുകാരനെ പിക്ക് ചെയ്യണം. എന്നിട്ട് അവൻ പറഞ്ഞ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അവനെ പിക്ക് ചെയ്തിട്ട് വേണം നമുക്കിന്ന് വണ്ടി നോക്കാൻ പോകാൻ. അവൻ 2-3 ദിവസം കൊണ്ട് നടന്ന് വിളിക്കുന്നത് വണ്ടി എടുക്കണം. അവൻ പറഞ്ഞടാ, എനിക്ക് സത്യം പറയാൻ കൈ വയ്യാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഞാൻ നീട്ടിയത്. ഇപ്പം അവൻ ഇവിടെ നിപ്പുണ്ട്. ആണോ ഭായി? ആ, എങ്ങനെയുണ്ട് വണ്ടിയുടെ അഭിപ്രായം എന്തോ പറ. വണ്ടിയുടെ അഭിപ്രായം വളരെ മോശമില്ലാത്തൊരു അഭിപ്രായമാണ്. എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് തെറിച്ചിട്ട് വണ്ടി എടുക്കുന്നിടത്തോട്ട് പോകണം. ഗൈസ്, അങ്ങനെ വണ്ടി എടുക്കുന്ന ചെറുക്കൻ വിളിക്കുന്നു. അപ്പം പറഞ്ഞോ ബ്രോ. ഉണ്ട്, ഞങ്ങളിപ്പോൾ എത്തും ബ്രോ. വന്നോണ്ടിരിക്കോ? ആ, ഓക്കെ ബ്രോ. ആ, ഓക്കെ. ഇവിടുത്തെ ഒരു ചെറുക്കൻ കാണാൻ ഇപ്പം അവൻ കിടന്ന് വിളിക്കുകയും ചെയ്യുന്നു. ഗൈസ്, അങ്ങനെ വണ്ടി എടുക്കാൻ പോകുന്നവന് ഹെൽമെറ്റ് ഇല്ല, വണ്ടി എടുക്കാനുള്ള ഫണ്ടില്ല, ഒന്നും എടുക്കാതെ വീട്ടിൽ കൈയും വീശി ഇറങ്ങിയാണ്. പിന്നെ ഇപ്പം തിരിച്ചിപ്പം അവൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവനെ ഹെൽമെറ്റും എടുത്തിട്ട് ഫണ്ടും എടുത്തിട്ട് ഇവിടുന്ന് തെറിക്കണം. നമ്മളിപ്പോൾ അവരോട് പറഞ്ഞേക്കുന്നത് വന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഇതിനായിട്ട് വീട്ടിൽ നിന്ന് പോലും ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ സമയം ഇപ്പോൾ 11 മണി, കറക്റ്റ് 11:02 അപ്പോൾ ഇനി നേരെ വീഡിയോ പറഞ്ഞു പോലെ ലാഗൊന്നും അടിപ്പിക്കുന്നില്ല. നേരെ ഇനി അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പം ചെറുക്കൻ ഇനി വരട്ട്. നമ്മൾ വണ്ടി എടുക്കാൻ പോകുന്ന അടുത്തെത്തി. ചെന്നിട്ട് കൊണ്ടല്ലേ വണ്ടി. ആ, ശരിയാ. ഞങ്ങൾ ചാറ പിക്സലൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ. വാർണിംഗ് ലൈറ്റ് എന്തോ ഉണ്ടെന്ന് പറയാം. ഏതായിരുന്നു? ഓ, ABSന്റെ അല്ലേ, ഇതല്ലല്ലേ. ഓടിച്ചു നോക്കിയോ? ഇവനാ വണ്ടി എടുക്കുന്ന, ഇവന്റെ വണ്ടി. ഇതാ ഞങ്ങൾക്കും പറ്റിയത്. ഹാങ്ക മതിയായിരുന്നു. വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നോക്കുന്ന. ഓ, സിംഗിൾ ഓണർ അല്ലേ? ഏതാണ്? ആ, അങ്ങനെ ഈ ABSന്റെ എന്തോ ഷോറൂമിൽ കാണിച്ചായിരുന്നോ? ഷോറൂമിൽ കാണിച്ച ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞ ഒരു മാറ്റി തന്നത്. വീണ്ടും മഴ നനഞ്ഞപ്പോൾ വീണ്ടും. ഓ, എൻ്റെ താക്കോൽ ഊരിയായിരുന്നു നോക്കാൻ വേണ്ടിയെന്ന്. ആ, എൻ്റെ കയ്യിലില്ലെന്ന് തോന്നുന്നു. ആ, ഗൈസ്, അങ്ങനെ വണ്ടി അങ്ങനെ ഓടിച്ചു നോക്കാൻ ചെയിൻ ലൂസൊക്കെ ഉണ്ടെന്നാണ് കമ്പനി പറഞ്ഞത്. എന്നുവെച്ചാൽ എടുക്കാൻ വന്നപ്പോൾ. പക്ഷേ ABS വാണിംഗ് ആണെങ്കിൽ, പക്ഷേ ബ്രേക്ക് ബാക്ക് കൊണ്ടാണ്. ബാക്ക് ABS ബാക്കാണെന്ന് തോന്നുന്നു. ബാക്ക് വാരുന്നുണ്ട്. പവറിന്
സീനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നമുക്കെന്താ ജസ്റ്റ് ഒന്ന് ത്രോട്ടടിച്ച് പോകാം വണ്ടി. ഇവിടെ കരി കുത്താനുണ്ടെന്ന് തോന്നുന്നു. കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വെച്ച് പുക ചാടുന്നു. ഇവിടൊക്കെ നാട്ടുകാരും കഴപ്പ് കാണിക്കുക. അതുകൊണ്ട് നമുക്ക് ഒതുങ്ങിയെടുത്ത് നമുക്ക് ആരും ഇല്ലാത്തടത്ത് ഒതുങ്ങിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി ഇവിടെ തന്നെ നോക്കാം. ഇവിടെ ആകുമ്പോൾ ആരും ഇല്ല. സ്റ്റാൻഡ് നോട്ടറാക്കട്ടെ വണ്ടി. ഇതിൽ നോട്ടർ വണ്ടി സീനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പുക ചെറുതായിട്ടൊന്ന് ചാടി, അത്രേ ഉള്ളൂ. കറുത്ത പുക ചാടി. നമുക്കിനി ബാക്ക് ചെയിൻ ലൂസാണ്. വേറെ സംഭവം എൻജിൻ സൈഡ് ചേസിൻ്റെ അവിടെയൊക്കെ തുരുമ്പുണ്ട്. പക്ഷേ VVA ടെക്നോളജി ഓണാവുന്നുണ്ടോ നോക്കാം. ഗൈസ്, ഒരു പുതിയ വണ്ടി എടുക്കുവാണെങ്കിൽ മാക്സിമം അത് നമ്മൾ കൈയൊക്കെ ത്രോട്ടൊക്കെ കൊടുത്തൊന്ന് ഓട്ടിച്ച് പോകുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതിന് VVA ഉണ്ടാണ്ട് VVA ഓപ്പൺ ആവുന്നുണ്ടോ നോക്കാം. VVA അടിക്കുന്നില്ല. ബാക്ക് ത്രോ ബ്രോ, ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോഴേ വണ്ടി വാരുന്നുണ്ട്. ABS ഉള്ള വണ്ടി വാരത്തില്ലല്ലോ. വിട്ടുവിട്ടിരുന്നല്ല, ഇങ്ങനെ തെന്നിയില്ല. ഈ വണ്ടി ബാക്ക് ചവിട്ടുമ്പോഴേ തെന്നി ഇഞ്ഞ് വരത്തില്ലേ, അതാണെങ്കിൽ ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ തെന്നി വരുന്നുണ്ട്. പക്ഷേ വാണിങ് ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം കാണും. അല്ലെങ്കിൽ അതന്നെ അതിൻ്റെ ആയിരിക്കും ഈ വാണിങ് കത്തി കിടക്കുന്ന. ഇത് ബാക്ക് ഫ്രണ്ട് കുഴപ്പമില്ല, വാരുന്നില്ല. പക്ഷെ ബാക്ക് നമ്മൾ സ്പീഡിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ചവിട്ടി നോക്കുമ്പോഴേ ഇങ്ങനെ പാമ്പ് പോകത്തില്ലേ, അതാണെങ്കിൽ വാരൊക്കെ ഉണ്ട്. അത് കാണിച്ചു. പിന്നെ VVA അടിക്കുന്നില്ല. ഇല്ല, ഓൺ ആയിട്ടില്ല. VVA അടിച്ചിട്ടില്ല. ഞാൻ കയറി നോക്കി. ഞാൻ 9,000 അടുപ്പിച്ച് കയറി നോക്കി. അതിൻ്റെ VVA അടിച്ചിട്ടില്ല. VVA അത് ഈ വണ്ടിക്ക് VVA അടിച്ചാലാണ് പവർ ലോസ് തോന്നുന്നില്ല. പക്ഷേ ഈ ലൈറ്റ് കത്തിയിട്ടില്ല, അത് VVAയുടെ ആയിരിക്കും. പിന്നെ എൻജിൻ നോയ്സ് അങ്ങനെ ഐറ്റംസ് ഒന്നുമില്ല. വണ്ടി പുറമേ നീറ്റായിട്ട് ഉണ്ട്, കുഴപ്പമില്ല. പക്ഷെ ആ ഒരു പ്രശ്നമുണ്ട് അതിന്. VVA അടിച്ചിട്ടില്ല. എന്തായാലും ഒന്ന് ഷോറൂമിലും കൂടെ നോക്കട്ടെ. അല്ല, മോട്ടറിനാണെങ്കിൽ 16 അടുപ്പിച്ച് റേറ്റ് ഉണ്ട്. അല്ല, മൊത്തം മണിക്കൂലി. എൻ്റെ കൂട്ടാൻ MD ഇറങ്ങിയതേ ഉള്ളൂ ഇപ്പം. എല്ലാം കൂടെ ഷോറൂമിൽ കയറി അറിയാമല്ലോ, നല്ലൊരു എമൗണ്ട്. അല്ല, പിന്നെ ഫോർക്കിന് ചെറുതായിട്ട് മാറാത്തതിൻ്റെ ആണെന്ന് തോന്നുന്നു. അതിൻ്റെ അങ്ങനെ കുറച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നീ ഒന്ന് ഓടിച്ചു നോക്കി. എങ്ങനെയുണ്ട് വണ്ടി? വീണിട്ടുണ്ടോ ഒരു സൈഡിലോട്ടല്ല? അല്ല, ഒരു സൈഡിലോട്ട് ചെറിയൊരു പിടുത്തമുണ്ട് വണ്ടിക്ക്. നമ്മൾ വളവിന് എടുക്കുമ്പോഴേ
നമ്മൾ ചെറിയ ബെൻഡുള്ളണെങ്കിൽ ചെറിയ പിടുത്തമുണ്ട്. എനിക്കങ്ങനെ അല്ല സ്ഥിരം ഓടിക്കാൻ നമുക്കറിയാം. എൻ്റെ വണ്ടിയാണെങ്കിലും പുറകെ ഓടിച്ച ഹാൻഡിൽ ബെൻഡുണ്ട് എൻ്റെ വണ്ടിക്ക്. പക്ഷെ എനിക്കത് തോന്നത്തില്ല ഓടിച്ചാലും. എനിക്കാണെങ്കിൽ ടൈമില്ല ബ്രോ, അതാണ് ഞാൻ ഇത്ര റാറ്റ് കാത്തിയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അതുകൂടെ എന്നാണ് ഞാൻ പിന്നെ ടപ്പനല്ല നാളെ കിട്ടിയ റാറ്റിനാണ് കൊടുക്കാൻ. ബ്രോ അടുത്ത് ഷോറൂമൊക്കെ എവിടെ ഉണ്ട്? ഇതൊന്ന് ചെക്ക് ചെയ്യാമായിരുന്നു. നമ്മൾ മറ്റേ മീറ്റർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നാളെ കാണുമായിരിക്കും. നാളെ കാണും എന്നാൽ ഷോറൂമിലോ നോക്കിയിട്ട് എന്തോ. പക്ഷേ മെയിനായിട്ട് വരുന്ന ABS-ഉം പക്ഷേ കുറച്ച് ലോങ് പോകണം. ഈ VV-യുടെ മാത്രമേ ഉള്ളൂ. ABS-ഉം VV, ബാക്കിയൊന്നും വലിയ സീനൊന്നും ഇല്ല. ചിലപ്പോൾ എന്താ ഈ ഒരു സാധനം കണ്ട, ഈ ഒരു പാഡ്, ഇത് പ്ലേറ്റ് ബെൻഡ് ആണെങ്കിലും വരും. അതിന് പക്ഷേ 200 സംതിങ്ങേ ഉള്ളു വില. അതിന് 200 സംതിങ് എന്താ പ്ലേറ്റിന് ബെൻഡ്. ബ്രോ ഇപ്പം നിങ്ങളെടുത്തുന്നാലും മാറിയാലും നിങ്ങൾക്ക് ഇതാണ് ഈ ഷോറൂമിൽ കഴിഞ്ഞ് എനിക്ക് ടൈമില്ല, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടുപോയി ഞങ്ങൾ കൊണ്ടുപോയി ഷോറൂമിൽ നോക്കാം, കുഴപ്പമില്ല. ഇൻഡിക്കേറ്ററിൻ്റെ ഇതിൻ്റെ കണക്ഷൻ പോയിട്ടുണ്ട് കേട്ടോ. എന്താണ്? വേറെ വണ്ടി വേറെ സീനായിട്ടൊന്നും തോന്നില്ല. പക്ഷേ ഓയിൽ മാറ്റിക്കും. ഷോറൂമിൽ നോക്കിയിട്ട് നിങ്ങളെ കൊണ്ടുപോകണില്ലേ? അതന്നെ ഷോറൂമിൽ കൊടുത്ത് ഓക്കെ ആണെങ്കിൽ അപ്പം തന്നെ ഞങ്ങൾ കൊണ്ടുപോകും. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ ഫിൽറ്ററും എയർ ഫിൽറ്റർ മാറിയിട്ടുണ്ട്. ഓയിൽ ഫിൽറ്റർ മാറണം, മാറണം. ചെറുതായിട്ട് സ്മോക്ക് വന്നായിരുന്നു. പക്ഷെ വൈറ്റ് അല്ല, ബ്ലാക്ക്. അത് കരിയുടെ ചാടിയതത് അങ്ങനെ വലിയ. പിന്നെ ചെയിൻ അത് പറഞ്ഞു, ചെയിൻ ഇല്ല, ടൈറ്റിങ് ഇല്ലത് ഇല്ല. ഓറിങ് പോയി നോക്കുതാ ഉണ്ടാ, ഓറിങ് മൊത്തം തേഞ്ഞിരിക്കുക. അത് മാറാനേ ഇനി പറ്റും, റീപ്ലേസേ ഉള്ളൂ. ഓറിങ് ഇല്ല അതിന്. ടൈറ്റ് ചെയ്താലും ഒരു 10, 100, 150 കിലോമീറ്റർ ആകുമ്പോഴേ അടി തുടങ്ങും. പിന്നെ അപ്പം ബ്രോയെ വിളിച്ചു ഗൈസ്. അങ്ങനെ നമ്മൾ ചിലവിന് ഫുഡ് മേടിച്ച് തരാൻ പറഞ്ഞാൽ നമ്മൾ ഹോട്ടലിൽ വന്നിട്ടുണ്ട്. ഇനി ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണ്ട. എന്തായാലും അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞ് സെറ്റാകാം. നമ്മൾ വണ്ടി എന്തായാലും എടുത്തിട്ടില്ല, അതിന് ഇച്ചിരി കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞ് പറയാം എന്തായാലും. ശരി എന്നാ വേണ്ടേ, ശരി എന്നാ. എപ്പോഴാ? ഗൈസ് അങ്ങനെ നമ്മൾ ചരക്കനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. ഇനി വണ്ടിക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പറയാം. എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഒതുക്കി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണ്ട. അപ്പം എവിടെയെങ്കിലും സ്വസ്ഥമായ ഒരു സ്ഥലം കിട്ടണം. അപ്പം വന്നിട്ട് വരാം. ശരിയെന്നാ ഗൈസ്. അങ്ങനെ നമ്മൾ പറയാൻ വെച്ചിരുന്ന കാര്യം എന്ന് വെച്ചാൽ തൽക്കാലത്തിന് നമ്മൾ വണ്ടി എടുത്തിട്ടില്ലായിരുന്നു. വണ്ടി എടുക്കാത്തതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ 2-3 റീസൺസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം എൻ്റെ ABS-ൻ്റെ ലൈറ്റ്, നിങ്ങൾ കണ്ടല്ലോ വീഡിയോ കണ്ട, ABS-ൻ്റെ ലൈറ്റ് കത്തി കിടക്കുന്നുണ്ട്. പിന്നെ എത്ര വണ്ടി കൈ കൊടുത്ത് കയറിയിട്ടും ആ VV, നമ്മൾ V4, V3, MTക്കൊക്കെ VV ടെക്നോളജി ഉണ്ടല്ലോ, അപ്പം അതങ്ങോട്ട് ലൈറ്റ് കത്തിയോ ഒന്ന് എഴുതി കാണിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഈ 2 റീസൺസാണ് മെയിനായിട്ട് വണ്ടി എടുക്കാത്തതിൻ്റെ മെയിൻ കാര്യം. അപ്പോൾ അല്ലാതെ വണ്ടിക്ക് വേറെ പ്രശ്നമെന്ന് വെച്ചാൽ ABS മോട്ടറാണ് കംപ്ലൈൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഈ ഡിസ്കിൻ്റെ അവിടെ വരത്തില്ലേ, അപ്പം അതിന് ചെറിയ കംപ്ലൈൻറ്റ് വരും. അപ്പോൾ ഏതാണെന്ന് കൺഫേം ഇന്ന് എന്തായാലും ഷോറൂം അവധി, അതുകൊണ്ട് ഇന്നറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് മെയിനായിട്ട് വണ്ടി എടുക്കാത്തതിൻ്റെ മെയിൻ കാര്യം. എന്ന് വെച്ചാൽ ABS മോട്ടറാണെങ്കിൽ ഒരു 20,000 കൂട്ടിക്ക് 20,000 അകത്ത് എന്തായാലും അതിനൊരു കോസ്റ്റ് വരും. അപ്പം വണ്ടിയുടെ വില കുറവാട്ടോ. വണ്ടി 2021 മോഡലാണ് വണ്ടിയുടെ വിലയെന്ന് വെച്ചാൽ 1.10 അവർ ചോദിക്കുന്നുള്ളൂ. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് മെയിനായിട്ട് വണ്ടി എടുക്കാൻ. പിന്നെ ഓയിലില്ല, പിന്നെ ബ്ലാക്ക് സ്മോക്ക് ചെറുതായിട്ട് ചാടിയാണ്. അപ്പം ഓയിലില്ലാത്തതിൻ്റെ ആയിരിക്കാം. അപ്പം നിങ്ങൾ കമൻറ്റ് ഇടട്ടെ, ഈ വണ്ടി എങ്ങനെ, നിങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോ കാണാൻ നിർത്ത് വണ്ടി ചിലപ്പോൾ എടുത്തേക്കാം. എടുത്തില്ലെങ്കിലും എടുത്താലും നിങ്ങളൊന്ന് കമൻറ്റ് ഇടുക, വണ്ടി എങ്ങനെയുണ്ട്, ഈ 1.10 ഈ വണ്ടി വെറുത്താണോ എന്നൊന്ന് കമൻറ്റ് ഇടുക കേട്ടോ. എന്തായാലും കൂടുതലും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇനി അടുത്തൊരു വീഡിയോ ബൈക്കിൻ്റെ മോഡിഫിക്കേഷനായിട്ടോ അല്ലെങ്കിൽ വേറെ ഏത് ബൈക്കുമായിട്ടോ എന്തായാലും നമുക്കൊന്ന് കാണാം. അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. അപ്പോൾ ഇതിലും നല്ല വീഡിയോ മറ്റൊരു വീഡിയോ കാണാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തതെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ കമൻ്റ് എല്ലാം നിങ്ങളൊന്ന് കമൻ്റ് എല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റ് ഇട്ടേക്ക്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പം ഇതിലും നല്ല വീഡിയോ മറ്റൊരു വീഡിയോ കാണാം. അപ്പം ശരി എന്നാൽ പിന്നെ കാണാം.